മഴ നനഞ്ഞ് എ സിക്കകത്ത് തണുത്ത് വിറച്ചിരുന്ന് കണ്ട പടമാണിത്. കൂലി മൂഞ്ചി മക്കളെ മൂഞ്ചി. വേണേ വൺലൈനായിട്ട് കഥയൊക്കെ പറഞ്ഞിടാം ഗ്രൂപ്പില്. നീ കഥയെങ്ങാനും പറഞ്ഞ അടിച്ച് തല ഒളിച്ചാൽ താഴെ ഇടും. മക്കളാ രാവിലെ ഏറ്റു പോയി പടം കണ്ടിട്ട് അവന് കഥ പറയാൻ വേണ്ടി നിൽക്കുന്നു. എല്ലാവരും അടുത്ത ഷോയ്ക്കൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ എക്സ്പെക്ടേഷൻ കുറച്ച് കുറഞ്ഞോട്ടെ എന്ന് ഓർത്താണ് ഞാൻ അങ്ങനെ ഓടി ഇട്ടത്. വിക്രം കൈദിയൊന്നും പ്രതീക്ഷ ആരും പോകണ്ട, അതിന് മാത്രമൊന്നുമില്ല. പക്ഷേ ലിയോനേക്കാളും നല്ല പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലിയോ മേക്കിംഗ് വൈസ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ റൈറ്റിംഗ് ലിയോനേക്കാളും നല്ല റൈറ്റിംഗ് ആണ് കൂലിയുടേതെന്ന് തോന്നി. പിന്നെ രജനീകാന്തിൻ്റെ പാസം പരിപാടി ഉണ്ടല്ലോ, തങ്കച്ചി പാസം, മക്കൾ പാസം, ആ പരിപാടി ഇതിനകത്തുണ്ട്. പക്ഷേ ലോകേഷ് എടുത്തുകൊണ്ടായിരിക്കും, പക്ഷേ അത്ര ബോറൊന്നും അല്ല. അണ്ണാത്തെ അറിയാലോ, അതുപോലെയൊക്കെ ചിലപ്പോൾ അപരാധമായി പോയി. അത്രയ്ക്കൊന്നുമില്ല, കൊള്ളാം. പിന്നെ ഡി-ഏജിങ് പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. രജനിയുടെ പഴയ രജനിനെ കാണിക്കുന്ന പോർഷൻസ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഡി-ഏജിങ്. അതിനേക്കാൾ അജിത്തിൻ്റെ സിനിമയിൽ മറ്റേ കുറച്ച് പോർഷൻസ് അല്ലേ ഉള്ളൂ. ഇത് അത്യാവശ്യം ലോങ് വിഷ്വൽസ് ഉണ്ട്, പല സ്ഥലത്തുണ്ട്. അതുപോലെ ആക്ഷൻ സീൻ ഉണ്ട്, പുള്ളിയുടെ ഐക്കോണിക് വാക്കിംഗ് ഉണ്ട്. അതെല്ലാം ഡി-ഏജിങ്ങിൽ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് അടിപൊളി, ആരും മോശമൊന്നുമല്ല. പ്രത്യേകിച്ച് നാഗാർജുന, സൗബിൻ, ഉപേന്ദ്രയ്ക്ക് അങ്ങനെ അധികം സീനുകളില്ല, ആക്ഷൻ സീനുകളാണ് പുള്ളി ഉള്ളത്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വിക്രം കൈദി അതിനൊന്നും കിട്ടിയ ഒരു വാവ് ഫാക്ടർ അത്രയ്ക്ക് ഇതിന് വന്നിട്ടില്ല. അതുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടാണ്. ഇല്ലെങ്കിൽ നല്ല പടമാണ്. പുതിയ വിക്രം സ്റ്റൈലിൽ തന്നെയാണ് ഇതും ചെയ്തേക്കുന്നത്. പക്ഷേ അന്നത് കാണുമ്പോൾ അത് അടിപൊളിയായിരുന്നു, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കാണും, ചിലർക്ക് അത്ര അങ്ങ് പറ്റില്ല എന്ന് വരും. പക്ഷേ ഇതൊന്നും പ്രശ്നമായില്ല. വിക്രത്തിൻ്റെ ആ ലെവലിൽ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ വിഷയമല്ല. പക്ഷേ ലിയോ ആയിട്ട് കമ്പയർ ചെയ്താൽ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി കോക്കണ്ണനും ഉണ്ണിയേട്ടനൊക്കെ പറയട്ടെ. ബൈ.